വളരെ ഗംഭീരമായിരുന്നു. എന്താ പറയുക, വല്ലാത്ത ഫീലിംഗ്. കുറച്ച് കയ്യിൻ്റെ ഒരു അതിനെ പറ്റി എന്താ പറയുക. സൂപ്പർ പടം. മമ്മൂക്ക കിടുക്കി. Beautiful. I am in love with Mamuka. ഉഗ്രൻ സിനിമ. സൂപ്പർ സിനിമ. ശരി, കണ്ണ് നിറയും. അയ്യോ സൂപ്പർ സൂപ്പറാ. ഞെട്ടിച്ച് കളഞ്ഞു, മമ്മൂക്ക ഞെട്ടിച്ച് കളഞ്ഞു. നല്ല പടം. നമുക്ക് ഒരിക്കൽ കൂടി ഞെട്ടിച്ചു. സൂപ്പറായിരുന്നു. പ്രതീക്ഷിക്കാത്തൊരു കഥ. നല്ല സിനിമയാണ്, നല്ല ഫീലുള്ള സിനിമയാണ്. അവസാനം ഓടി കയറിയ ആളാണ്. പക്ഷെ നല്ല മൂവി, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ മമ്മൂക്കിനെ പറ്റി പറയേണ്ട കാര്യമില്ല, സൂപ്പറാക്കും എന്നുള്ളതറിയാം. പിന്നെ അഞ്ജലി അമീർ ഭയങ്കര നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പടം നന്നായി അല്ലേ? ഞങ്ങളുടെ അങ്ങനെ വേണ്ട. നന്നായിട്ടുണ്ട്. നല്ല പെർഫോമൻസ്, നല്ല കണ്ടിട്ടുള്ള നന്നായിട്ടുണ്ട്. മൂവി കണ്ടു, വളരെ ഇഷ്ടപ്പെട്ടു. മമ്മൂക്കയുടെ മികച്ച പെർഫോമൻസ് ആണ്. ഭയങ്കര നല്ല റെസ്പോൺസാണ്. സത്യം പറഞ്ഞാൽ ഞാനും കരഞ്ഞു. ഞാൻ ഫസ്റ്റ് ടൈമാണ് മൂവി മുഴുവനായി കാണുന്നത്. ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. എന്തോ മമ്മൂക്കയുടെ ആക്ടിങ്ങും മൊത്തത്തിലുള്ള എല്ലാവരുടെയും ആക്ടിങ് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് വിഷമമായി. റിയലി അതൊക്കെ ഒത്തിരി പറഞ്ഞതാണ്. മീൻസ് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ വിശ്വസിച്ചില്ലായിരുന്നു ആ സമയത്തൊന്നും. പിന്നെ എന്തോ ഗുഡ് ലക്ക്. പിന്നെ കൂടുതൽ പറയാൻ പറ്റിയൊരു സിറ്റുവേഷനിലല്ല. സോ ഭയങ്കര വിഷമത്തില്ല, ആ ഒരു ഫീലിംഗില്ല. താങ്ക് യു. നല്ല പടം, നല്ല സിനിമ. ഒരു വളരെ നിലവാരമുള്ള സിനിമയാണ്. മമ്മൂട്ടി ഗംഭീരമുണ്ട്. പിന്നെ അപാരമായ മേക്കിങ്ങാണ്. നല്ല ഫോട്ടോഗ്രാഫിയും നല്ല മ്യൂസിക്കും. മൂവി അടിപൊളിയായിട്ടുണ്ട്. നല്ല സിനിമയാണ്. ഭയങ്കര ഡെപ്തുള്ള പടമാണ്. എല്ലാ മലയാളികളും കണ്ടിരിക്കേണ്ട ഒരു സിനിമയായിട്ട് തോന്നുന്നു. മമ്മൂക്കയുടെ ഗംഭീര പെർഫോമൻസാണ്. മമ്മൂക്കയുടെയും ആ കൊച്ചായിട്ട് പിന്നെ അഞ്ജലി നല്ല പെർഫോമൻസാണ്. റാമിൻ്റെ ഗംഭീര വർക്കാണ്. എല്ലാവരും കാണാൻ. അയ്യോ, പേരൻറ്റ് ഒരുപാട് നാളായിട്ട് വെയിറ്റ് ചെയ്യുന്ന മൂവിയാണ്. ശരിക്കും ഈ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് പേഴ്സണലി കുറച്ചുകൂടി അറ്റാച്ച്മെൻറ്റ് കൂടുതലാണ്. കാരണം ഞാൻ ആദ്യമായിട്ട് ചെന്നൈയിൽ വെച്ചിട്ട് മമ്മൂക്കാനെ കാണുന്നത് അത് ഈ ലൊക്കേഷനിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഞാൻ അതിന് ശേഷം മമ്മൂക്കാനെ ഓരോ തവണ കാണുമ്പോഴും ചോദിക്കാറുണ്ട് പേരൻറ്റ് എപ്പോഴാണ് റിലീസ് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ ഡയറക്ടർ റാം, അദ്ദേഹത്തിനെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ എല്ലാ സിനിമകളും തങ്കമീനുകൾ എൻ്റെ ഫേവറേറ്റ് മൂവിയാണ്. അഭിനയിച്ച മൂവികളെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രിവ്യൂ ഷോ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഓടി വന്നതാണ്. പക്ഷേ എനിക്ക് പറയാൻ വാക്കുകളില്ല. ഞങ്ങളുടെ മമ്മൂക്കാരെ അത് ഒരുപാട് കാരണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഫീലിംഗ് ആയിട്ട് തോന്നി. എനിക്ക് സത്യം പറഞ്ഞാൽ എന്ത് പറയണമെന്ന് അറിയില്ല. മമ്മൂക്ക ഡയറക്ഷൻ എല്ലാം, ഒരു മോളുണ്ട്, എല്ലാം നമ്മൾ അഞ്ജലി അഭിനയിച്ചിട്ടുണ്ട്. അപ്പം എല്ലാം കൊണ്ടും ഇതാവണം സിനിമ എന്ന് എനിക്ക് തോന്നുന്നു. ഒരുപാട് ഇഷ്ടമായി സിനിമ. എനിക്കൊന്ന് റിലീസാകുമ്പം എല്ലാവരും കണ്ടിരിക്കേണ്ട സിനിമയാണ്. നമുക്ക് ഒരുപാട് അഭിമാനിക്കാൻ പറ്റും. നമ്മളുടെ മമ്മൂക്കാനെ വെച്ച് തമിഴിൽ ഇങ്ങനൊരു സിനിമ വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു. സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള സിനിമയാണ്. എനിക്ക് തോന്നുന്നു ഓരോരോ ക്യാരക്ടേഴ്സ്, മമ്മൂക്ക ആയാലും ചെറിയൊരു കുട്ടിയുണ്ട്, അഞ്ജലി ചേച്ചിയുണ്ട്, എല്ലാവരും നമ്മൾ ഓർത്ത് വെക്കുന്ന ഒരു ക്യാരക്ടേഴ്സ് ആയിരിക്കും. പിന്നെ സിനിമ മൊത്തത്തിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആണ്. എല്ലാവരും പോയി കണ്ടിരിക്കുന്ന ഒരു സിനിമയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു അച്ഛനും മോളുടെ ഒരു ബോണ്ട് എന്താണെന്ന് എനിക്ക് തോന്നുന്നു. ഓരോരോ സീൻസിൽ ഇങ്ങനെ നെഞ്ച് പൊട്ടുമായിരുന്നു എനിക്ക്. കാരണം അത്രയ്ക്ക് ബ്യൂട്ടിഫുള്ളായിട്ടാണ് പോർട്രേ ചെയ്തിരിക്കുന്നത്. സോ തീർച്ചയായിട്ടും എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയിട്ട് സിനിമ കാണണം.